ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഞാനൊരു സ്പെഷ്യൽ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് സാമ്പാർ റെസിപ്പികൾ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പല രീതിയിലുള്ള സാമ്പാറാണത്. പക്ഷേ ഇതും ഒരു വെറൈറ്റി സാമ്പാറാണ്. അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പിലേക്ക് വയ്ക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കുക്കറിൽ സാമ്പാർ പരിപ്പും വെള്ളം ഒഴിച്ചിട്ടാണല്ലോ വയ്ക്കുന്നത്. ഇന്നിപ്പോൾ കുക്കറിലേക്ക് നമുക്ക് ആദ്യം അല്പം വെളിച്ചെണ്ണ വയ്ക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ അല്പം ചൂടായി വന്നിട്ട് നമുക്ക് സാമ്പാർ പരിപ്പിടാം. സാമ്പാർ പരിപ്പിട്ട് നന്നായിട്ട് വഴറ്റി ഒന്ന് ചൂടായി നല്ല ഒരു മണം വന്നതിന് ശേഷമാണ് അതിനാവശ്യമുള്ള വെള്ളം ഒഴിക്കുന്നത്. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്ത് വച്ചിരിക്കുന്ന ഒരു 1/4 കപ്പ് സാമ്പാർ പരിപ്പ് അതിലേക്കിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. കയ്യിലുള്ള വെജിറ്റബിളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാമ്പാറിന് മലക്കറി നമ്മൾ കട്ട് ചെയ്തിടുമ്പോൾ ഒരു വലിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഒരുപാട് വെന്ത് പോകാത്ത രീതിയിൽ ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം. കുക്കറിലാണെങ്കിൽ മൺചട്ടിയിലാണെങ്കിൽ നമുക്ക് വേവുന്നത് കറക്റ്റ് അറിയാമല്ലോ. ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ കേൾക്കുന്നവർ കഴിക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് കഴിക്കാം. മല്ലിയിലയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് സാമ്പാറിന് വേണ്ടുന്ന മസാലകൾ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ, ഒഴിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കാം. ആദ്യം ഒരു മല്ലിയും മുളകും വറുത്തെടുക്കാം. 1 സ്പൂൺ പച്ചമല്ലി. എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒന്ന് നല്ല സോഫ്റ്റായി നല്ല ടേസ്റ്റ് വരാനാണ് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചത്. മല്ലി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. മല്ലിക്കൊപ്പം തന്നെ ഞാനൊരു 5 വറ്റൽ മുളകും ഒരു 3 കാശ്മീരി മുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് വറുത്ത് മാറ്റിയെടുക്കാം. ഇങ്ങനെ വറുത്ത് പൊടിച്ച് വയ്ക്കുന്ന സാമ്പാർ നല്ല ടേസ്റ്റാണ്. എനിക്ക് സാമ്പാർ പൊടി തീർന്ന് ടൈമില്ലാതെ വരുമ്പോഴേ മറ്റ് കമ്പനി സാമ്പാർ പൊടികൾ ചേർക്കാറുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. പ്രത്യേകിച്ച് ഇതാണ് ഏറ്റവും ഇഷ്ടം. ഇതിപ്പോൾ പച്ചമല്ലിയും മുളകും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് പച്ചമല്ലി ചെറുതായി ഒന്ന് പൊട്ടി വരുമ്പോൾ തന്നെ നല്ല മൂത്ത ഒരു പരുവമാണ്. കോരി മാറ്റാം. ഇത്രയും വിശദമായിട്ട് പറയുന്നത് തുടക്കക്കാരായ കുട്ടികൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് തന്നെ ഒരു സ്പൂൺ ഉഴുന്ന പരിപ്പ്,
അതുപോലെ അത് ഫ്ലെയിം കുറച്ച് വെച്ചിടാം. അതുപോലെ 1 സ്പൂൺ കടലപ്പരിപ്പ് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉഴുന്നും കടലപ്പരിപ്പും പൊട്ടി ചെറിയൊരു കളർ വ്യത്യാസം വരും. ചെറിയൊരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും കടലപ്പരിപ്പ് ബ്രൗൺ അല്ല, അത് ഗോൾഡൻ കളറല്ലേ. ഉഴുന്നും ഒരു ബ്രൗൺ കളറാകുമ്പോൾ രണ്ടും കോരി മാറ്റാനുള്ള സമയമാവും. ഇനി അതിലേക്ക് ആ ചട്ടിയിൽ തന്നെ നമുക്കൊരു 1/2 സ്പൂൺ കടുക്, ഒരു 1/2 സ്പൂൺ ഉലുവ, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ ജീരകം, അത് വേണ്ട ഒരു 1/4 സ്പൂൺ ജീരകം പെട്ടെന്നൊന്ന് കോരിയെടുക്കാം. വറുത്തിട്ട് ചൂടാകുമ്പോൾ തന്നെ നന്നായിട്ട് മൂട്ടിയിട്ട് ജീരകത്തിൻ്റെ ഉലുവയുടെ നല്ല മണം നമുക്ക് കോരിയെടുക്കാം. ഇതിലേക്ക് ചെറിയൊരു 3 പീസ് കായം, കട്ടക്കായമാണ്. അതാണ് സാമ്പാറിൻ്റെ ടേസ്റ്റ്. ഞാൻ സാമ്പാറിൻ്റെ കഷ്ണം വേവിച്ചതിലേക്ക് കായപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അല്പം കായം കൂടി വറുത്ത് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് ഈ കായം മുരിഞ്ഞ് വരും. അപ്പോൾ എടുത്ത് മല്ലിയും മുളകും പൊടിക്കാൻ വെച്ചേക്കുന്നതിലേക്ക് ചേർത്ത് എല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ചെടുക്കാം. കായവും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പൊടിക്കാൻ വെച്ചിരുന്നതിലേക്ക് ചേർക്കാം. ഇനി സാമ്പാറിന് കടുക് താളിക്കാം. മറ്റ് പീസുകളിട്ട് മസാല ചേർക്കാൻ വേണ്ടിയിട്ട് ഈ മൺചട്ടി തന്നെ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് പൊടിക്കാൻ വെച്ചേക്കുന്ന സാമ്പാറിൻ്റെ മസാലകളെല്ലാം നന്നായിട്ട് തണുത്തിട്ട് ഇതിലേക്ക് നമുക്ക് പീസ് ചേർക്കാൻ വേണ്ടിയിട്ട് കടുക് താളിക്കാം. എണ്ണ ഒഴിച്ചതിലേക്ക് കടുകിട്ട് കറിവേപ്പില, വെണ്ടയ്ക്കയും തക്കാളി ഞാൻ സെപ്പറേറ്റ് ഇതുപോലെ വഴറ്റുമ്പോഴാണ് ചേർക്കുന്നത്. ഇങ്ങനെ ചേർത്താൽ തക്കാളി ശരിക്കും വെന്തുടഞ്ഞു പോകില്ല. വെണ്ടയ്ക്ക വെന്തുടഞ്ഞു പോകില്ല. വെണ്ടയ്ക്ക നല്ല നല്ലതുപോലെ തന്നെ മുഴുവനായിട്ട് തന്നെ കറി വെക്കുമ്പോൾ അതിൻ്റെ പീസ് അതുപോലെ തന്നെ കിടക്കും. കുക്കറിലിട്ട് കഴിക്കുമ്പോൾ വെണ്ടയ്ക്ക ശരിക്കും വെന്ത് തിരുന്നു പോകും. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം മസാലപ്പൊടികൾ ചേർക്കാം. ഇനി ഈ പീസിലേക്ക് നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന സാമ്പാർ പരിപ്പും മറ്റ് പീസുകളും കൂടി ചേർക്കാം. വറുത്ത് പൊടിച്ച് വെച്ച മസാലപ്പൊടി ആയതുകൊണ്ട് ഇതിൽ ഇനിയിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനിയും ഇതിൽ ആ എണ്ണയിലിട്ട് വഴറ്റിക്കളഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും മാറും. അതിൻ്റെ കളറ് ബ്ലാക്ക് കളറായി പോവും, കരിഞ്ഞു പോവും. ഇനി നമുക്ക് മസാലപ്പൊടി ചേർക്കാം. പരിപ്പും പീസും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണിത്. ഇതിലേക്ക് ആവശ്യത്തിന് അല്പം വെള്ളം ചേർത്തൊന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഈ അരപ്പിലേക്ക് ഈ വെജിറ്റബിളിൻ്റെ കൂട്ടിലേക്ക് ചേർക്കാം. അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയൊരു പീസ് ശർക്കരയോട് ചേർക്കാം. അത് മല്ലിയുടെയും മുളകിൻ്റെയും എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാനും അത് നല്ല ടേസ്റ്റും ആയിരിക്കും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് അടുപ്പ് ഓഫ് ചെയ്യാം.
അടിപൊളി സാമ്പാറാണ്. ഇതുപോലെ ഒന്ന് സാമ്പാർ വെച്ച് നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണേ. ഓക്കെ, താങ്ക് യു. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിൻ്റെ സ്പെഷ്യലായിട്ട് റവ ഇഡ്ഡലിയാണ്. അത് അതിനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം. എന്താണ്